അതാ അവൻ വരുന്നു, കൊലയാളി. മുതലാളിയോ? കൊലയാളി, മനുഷ്യരുടെ കൊലയാളി. അയ്യോ, പുലിയോ കടുവയോ മറ്റോ ആണോ? അതിനേക്കാളുമൊക്കെ ഭീകരൻ. എവിടെ? ഞാൻ ആരെയും കാണുന്നില്ലല്ലോ. അതാ അവൻ തന്നെ. ഇത് നമ്മുടെ ഈച്ചയല്ലേ? ഇവനാണോ ഭീകരൻ? നിന്നെക്കാളുമൊക്കെ സുന്ദരനാ. പളുങ്കു ചിറകുകൾ, സ്വർണ്ണ കണ്ണുകൾ, വരയൻ കുപ്പായം. ഹായ്, എന്തു രസം! ഞാനിവിടെ പതിവുകാരനാ. നിനക്കെന്തിവിടെ കാര്യം? പോക്കാച്ചിത്തവളെ. കണ്ടില്ലേ, ഇതാണിവന്റെ സ്വഭാവം. എവിടെയും ചെന്നിരിക്കും, എന്തു തിന്നും. കാലിൽ കണ്ടില്ലേ, നിറയെ രോഗാണുക്കളാ. അതെങ്ങനാ തവളെ ഈച്ചയുടെ കാലുകളിൽ പിടിച്ചു കയറുന്നത്? ക്ഷയരോഗിയുടെ കഫത്തിലും കോളറ രോഗിയുടെ മലത്തിലും എല്ലാ വൃത്തികേടിലുമല്ലേ ഇവന്റെ വാസം. കോളറ പരത്തുന്നത് ഈച്ചയാ. കോളറ മാത്രമോ, ടൈഫോയിഡും അതിസാരവും എല്ലാം പരത്തുന്നത് ഇവനാ. അപ്പോ ഈച്ചയെ തിന്നുന്ന നിനക്കും പിടിക്കില്ലേ കോളറ? അതൊക്കെ നിങ്ങൾ മനുഷ്യർക്ക് ഏൽക്കൂ. ആഹാ, എന്നാൽ ഇവനെ കൊന്നിട്ടു തന്നെ കാര്യം. ഞങ്ങളെ എങ്ങനെ എളുപ്പത്തിൽ നശിപ്പിക്കാനാവില്ല. ഞങ്ങളുടെ പെണ്ണുങ്ങൾ ഒരു പ്രാവശ്യം 10,000-20,000 മുട്ടകളാ ഇടുന്നത്. അയ്യോ കുട്ട, സാരമില്ല, കൊടുക്കടാ. അനങ്ങല്ലേ മുത്തശ്ശി. എവിടെയാ കുട്ട? കൊടുത്ത്. എന്നെ അങ്ങനെ കിട്ടില്ല. മുത്തശ്ശി, ഇവനെ ഞാൻ ശരിപ്പെടുത്താം. അങ്ങനെ വേണം തവളക്കുട്ട, നീ മിടുക്കനാ. കൂട്ടുകാരെ, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പകർച്ച വ്യാധികൾ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: തുറന്നു വെച്ച ഭക്ഷണ സാധനങ്ങൾ കഴിക്കരുത്. ഭക്ഷണത്തിന് മുമ്പും പിമ്പും കൈ രണ്ടും നന്നായി കഴുകുക. ടോയ്ലറ്റിൽ പോയതിനു ശേഷം കൈ സോപ്പ് ഉപയോഗിച്ച് കഴുകുക. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. വെള്ളം കെട്ടി നിൽക്കാൻ അവസരം ഉണ്ടാകരുത്. നമ്മുടെ ചുറ്റുപാടും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക. ഈ കാര്യങ്ങൾ എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണേ. നന്ദി, നമസ്കാരം. താരം പതിപ്പിച്ച കൂടാരം, രാവിൽ നിലാവിൻ്റെ പൂരം, ചോലകളും കുയിലാളും പാടും താഴ്വാരം, എല്ലാം നമുക്കിന്ന് സ്വന്തം. മേഘം കണ്ട് കാറ്റും കൊണ്ട് നേരറിഞ്ഞ് നീ വളര്. നിൻ വഴിയേ രാപ്പകല് കാവലുണ്ടേ എൻ്റെ കണ്ണ്. അനന്താനേ